സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം വി ഷിനിലാലിന് സമ്മാനിച്ചു. സാഹിത്യ നിരൂപകൻ ഡോക്ടർ കെ പ്രസന്നരാജനാണ് പുരസ്കാരം സമ്മാനിച്ചത്. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രത്യേക ജൂറി പുരസ്കാരം രാജീവ് ചാത്തനാംകുളത്തിനും ചടങ്ങിൽ സമ്മാനിച്ചു. പള്ളിമൺ സിദ്ധാർത്ഥ സാഹിത്യ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് വി ഷിനിലാലിന് സമ്മാനിച്ചത്. സാഹിത്യ നിരൂപകൻ ഡോക്ടർ കെ പ്രസന്നരാജനാണ് പുരസ്കാരം സമ്മാനിച്ചത്. അദ്ദേഹത്തിന്റെ പേരിലൊരു കലാഗ്രാമം സ്ഥാപിച്ചത് എത്ര അർത്ഥവത്താണ്. ഏവൻ മാഹിയിൽ കലാഗ്രാമം സ്ഥാപിച്ചിട്ടുണ്ട്. അത് എം ഗോവിന്ദന്റെ സ്മാരകമായി കേരളം മുഴുവൻ അറിയപ്പെടുന്ന കലാകാരന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൊല്ലം ജില്ലയിലെ ഈ ഗ്രാമത്തിൽ ഇങ്ങനെയുള്ള ഒരു കലാസംഘടന സ്ഥാപിച്ചത് വളരെ വലിയ കാര്യമാണ്. ഇങ്ങനെയുള്ള സാഹിത്യ ക്യാമ്പുകളുടെ നടക്കില്ലേ, ഇതേപോലുള്ള സ്കൂളുകളിൽ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ ഭാരവാഹി ഇതിൻ്റെ സംഘാടകനായ ശ്രീ സുരേഷിനെ ഞാൻ അഭിനന്ദിക്കുകയും, കാരണം ഇതൊരു വലിയൊരു സംരംഭമാണ്. എഴുതി തുടങ്ങുന്ന ആളുകൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും കൊടുത്തുകൊണ്ട് അവരെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് 2 ദിവസം അവരെ ഇവിടെ താമസിപ്പിച്ചു. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കവിതാ സമാഹാരത്തിനായിരുന്നു പുരസ്കാരം. ഫൗണ്ടേഷൻ ചെയർമാൻ സുരേഷ് സിദ്ധാർത്ഥ അധ്യക്ഷത വഹിച്ചു. അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ കെ സജീവ് കുമാർ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. നെടുമ്പന പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജകുമാരി, അഡ്വക്കേറ്റ് കെ പി സജിനാഥ്, ജയൻ മഠത്തിൽ, ഇളവൂർ ശ്രീകുമാർ, കെ ഉണ്ണികൃഷ്ണൻ, ആർ ശിവകുമാർ, ഗിരീഷ് മുഖത്തല, കെ ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് 2 ദിവസങ്ങളായി നടന്ന സാഹിത്യ ക്യാമ്പും സമാപിച്ചു. ഡോക്ടർ കെ പ്രസന്നരാജൻ, കെ സജീവ് കുമാർ, ഡോക്ടർ മുഹമ്മദ് കബീർ, ജയൻ മഠത്തിൽ, ഡോക്ടർ റോഷ്നി സ്വപ്ന, ഡോക്ടർ എം ബി മനോജ്, രതീഷ് ഇളമാട് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. ഇളവൂർ ശ്രീകുമാർ ക്യാമ്പ് ഡയറക്ടറായിരുന്നു. വിവിധ ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 35 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.